പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നത് ഒരു പഴയ ചൊല്ലാണ്. പക്ഷേ അത് വളരെ സത്യമുള്ള ചൊല്ലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിരുന്ന വ്യക്തിയാണ്. അത് ഒരിക്കൽ പുറത്തേക്ക് വന്നു. ഇപ്പോൾ തുടരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരികയാണ്. ഇന്നും ഒരു പെൺകുട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA-ക്കെതിരെ ഉണ്ടാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നതാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇന്ന് വൈകുന്നേരം കടക്കുന്നത്. ഇത് ആദ്യം വന്ന പരാതിയിൽ നിയമത്തിന് മുന്നിൽ വരാതെ ഒളിച്ചു കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോഴാണ് അതിഗുരുതരമായ മറ്റൊരു പരാതി കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുന്നത്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നു ഇന്ന് വൈകുന്നേരം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് വീണ്ടും സമാന രീതിയിലുള്ള ഒരു അതിഗുരുതരമായ പരാതി കൂടി വരുന്നത്. ഇത്തവണ ഈ പരാതി നൽകിയിരിക്കുന്നത് KPCC അധ്യക്ഷനാണ്. രാഹുൽ ഗാന്ധിക്കാണ്, പ്രിയങ്ക ഗാന്ധിക്കാണ്. ഈ മൂവർക്കുമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ 23-കാരിയാണ് ഈ പരാതിക്കാരി. അതിക്രൂരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ഈ പരാതിയിൽ പെൺകുട്ടി പറയുന്നത്. താൻ ഈ ലൈംഗിക വൈകൃതത്തിനുടമയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നു. ആ വൈകൃതത്തിന് താൻ എങ്ങനെ ഇരയായി എന്നതിന്റെ ഒരു വിവരണവും ഈ പരാതിയിൽ നേതൃത്വത്തിന് ഈ പെൺകുട്ടി അയച്ചു നൽകിയിട്ടുണ്ട്. തന്നെ ഇങ്ങോട്ട് പരിചയപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയായിരുന്നു എന്നത് ഈ പെൺകുട്ടി പറയുന്നു. ദീർഘകാലത്തെ പരിചയം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉണ്ടായിരുന്നു എന്നത് പറയുന്നു. ആ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാം വഴി പരിചയം പുതുക്കിയ രാഹുൽ തന്നോട് ടെലഗ്രാമിലൂടെ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് നിരന്തരം വിവാഹ വാഗ്ദാനം നൽകുകയാണ്. ഒരു നിരന്തര വിവാഹ വാഗ്ദാനം നൽകി അത് യഥാർത്ഥ സ്നേഹമാണ് എന്ന് ഈ പെൺകുട്ടി മനസ്സിലാക്കി. ആ പെൺകുട്ടി വീട്ടുകാരോട് ഇക്കാര്യം പറയുന്നു. ആദ്യം വീട്ടുകാർ ഈ വിവാഹത്തിന് അനുകൂലമായി അല്ല നിന്നിരുന്നത്, അവർ അതിനെ എതിർക്കുകയായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനം അത് അസ്ഥിരമായ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിവാഹകാര്യം വീട്ടുകാർ എതിർത്തിരുന്നത്. പിന്നീട് രാഹുൽ ഈ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് വീട്ടുകാർ ആ ബന്ധത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന സാഹചര്യം ഈ പെൺകുട്ടി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം വിവാഹ വാഗ്ദാനം നൽകിയ പെൺകുട്ടി അതിനോട് അടുക്കുന്നു എന്ന് മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും പെൺകുട്ടിയെ ഒരു ഒഴിഞ്ഞ ഫാം ഹൗസ് പോലുള്ള ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഫെനി നൈനാനാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് പെൺകുട്ടി പറയുന്നു. അവിടെ എത്തിയ പെൺകുട്ടിയെ യാതൊരു പ്രകോപനവുമില്ലാതെ അവിടെ എത്തിക്കുന്നു. അപ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്നാണ് പെൺകുട്ടി പറയുന്നത്. ശരീരമാസകലം പരിക്കേറ്റു തനിക്ക്. ശാരീരികവും മാനസികവുമായ അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു എന്ന് പെൺകുട്ടി പറയുന്നു. താൻ കടന്നുപോയ സാഹചര്യം എന്താണ് എന്നത് ആ പരാതിയിൽ ആ പെൺകുട്ടി വിവരിക്കുന്നുണ്ട്. ശരീരമാസകലം പരിക്കേറ്റു വളരെ ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ് ആ പെൺകുട്ടി ആ പരാതിയിൽ പറയുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. പിന്നീട് വിവാഹ വാഗ്ദാനവുമില്ല, യാതൊരു കമ്മ്യൂണിക്കേഷനുമില്ല. തന്റെ അവസ്ഥ എന്താണ് എന്നത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷിച്ചിട്ടില്ല എന്നതാണ് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഭയപ്പെട്ടു പോയി താൻ കടന്നുപോയ സാഹചര്യങ്ങൾ, തനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടി അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് താൻ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് ഭയം മൂലമാണ് എന്നത് പറയുന്നു. പൊളിറ്റിക്കൽ പവർ, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തതെന്ന് പറയുന്നു. വീണ്ടും ഉപദ്രവിക്കുമോ എന്ന പേടിയെ തുടർന്നാണ് തനിക്ക് പരാതി നൽകാൻ കഴിയാതിരുന്നതെന്ന് ഈ പെൺകുട്ടി പറയുന്നു. അങ്ങനെ മിണ്ടാതെ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് വീണ്ടും ബന്ധപ്പെട്ട് തനിക്ക് ഒരു കുട്ടിയെ ഉണ്ടാക്കണം ഈ പെൺകുട്ടിയിൽ എന്ന് പറയുകയാണ്. തന്നെ ഗർഭം ധരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറയുന്നത്. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഉയർന്ന പരാതിയിൽ കണ്ട അതേപോലെ ഉള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഈ പെൺകുട്ടി വിധേയയായിട്ടുണ്ട് എന്നതാണ് ഈ പരാതിയിൽ മനസ്സിലാക്കുന്നത്. താൻ ഗർഭിണിയാക്കണം എന്ന കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ഒരു മാസത്തിനിപ്പുറം പിന്നീട് രാഹുൽ വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നതാണ് ഈ പെൺകുട്ടി ഈ പരാതിയിൽ പറയുന്നത്.
രാഹുൽ ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് എന്നത് ഈ പെൺകുട്ടി പറയുന്നു. KPCC നേതൃത്വത്തിനാണ് ഈ പരാതി അയച്ചു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതിയുമായി വന്നപ്പോൾ അവൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നത് മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നത് കണ്ടാണ് താൻ ഇതുവരെ പരാതിപ്പെടാതിരുന്നത്. ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ക്രൈംബ്രാഞ്ച് തന്നെ ബന്ധപ്പെട്ടിരുന്നു എന്നും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട് എന്ന കാര്യവും പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരാതി എഴുതി നൽകാനുള്ള ധൈര്യം തനിക്കുണ്ടായില്ല എന്നതാണ് ഈ പെൺകുട്ടി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്.